So welcome back to English lecture. So ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി ആണ്. സോ പല സ്റ്റുഡൻസിന് ഭയങ്കര കൺഫ്യൂഷൻ ഈ അക്യൂട്ട് ഇമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിക്കാൻ. പക്ഷേ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് തീർക്കാവുന്നൊരു പ്രോബ്ലം ഉള്ളൂ. സോ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി? നമുക്ക് എയ്ഡ്സ് എന്താണെന്നറിയാം, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അത് ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അവിടെ അക്യൂട്ട് ആണ്. അവിടെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അവിടെ അക്യൂട്ട് ആണ്. ഡെഫിഷ്യന്റ് ആയിപ്പോയി, ലൈഫ് ലോങ് ഇമ്മ്യൂൺ ഡെഫിഷ്യന്റ് ആയിപ്പോയി, ഡെഫിഷ്യൻസി സംഭവിച്ചു. പക്ഷെ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ആണ് അത്. അപ്പൊ നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കും ഇമ്മ്യൂണിറ്റി ഇവിടെ ലൈഫ് ലോങ് ആണ്. സോ ദ വേർഡ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി ലൈഫ് ലോങ്, അത് സ്പെസിഫിക് ആണ്. സോ ക്ലാസിഫൈ ചെയ്തേക്കണു ആക്റ്റീവ് ആൻഡ് പാസീവ്. ആക്റ്റീവിനെ പറ്റി പറയുമ്പോൾ ഓൾ അബൌട്ട് ദ എൻട്രി ഓഫ് ആന്റിജൻ. ഇവിടെ ആന്റിജൻ എൻറ്റർ ആയി. ആന്റിജന്റെ എൻട്രി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ പാസീവില് ദ എൻട്രി ഓഫ് ആന്റിബോഡി. അപ്പോ ആന്റിജൻ കയറി ആക്റ്റീവ് എ ഫോർ ആന്റിജൻ ആൻഡ് പാസീവില് ആന്റിബോഡി കയറിയത്. സോ നമുക്കൊരു ഇവിടെ ആന്റിജൻ കയറി, ആന്റിജൻ ഈ ബോഡിയിൽ കയറി, ഇവന്റെ ബോഡിയിൽ ആന്റിജൻ കയറി. സോ വി കോൾ ദാറ്റ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ഇൻ കേസ് ഓഫ് ഇവന്റെ ബോഡിയിൽ പാസീവ് ആണ്, പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. കാരണം ഇവിടെ കയറിയ ആള് ആന്റിബോഡിയാണ്. ഇനി എങ്ങനെ ആന്റിബോഡി ആളുടെ ബോഡി കയറി, എങ്ങനെ ഇവിടെ ആന്റിജൻ ആളുടെ ബോഡി കയറി നോക്കാം. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് പാസീവിലും നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. സ്പെല്ലിംഗ് തെറ്റിയതാണ്, ആർട്ടിഫിഷ്യൽ എന്നായിട്ട് എഴുതിയേക്കുന്നത്. സോ നാച്ചുറലില് എങ്ങനെയാണ് ആന്റിജൻ ബോഡി കയറുന്നത്? ആന്റിജൻ കയറുന്നത് ഇവിടെ വിത്തൗട്ട് ആസ്കിങ് പെർമിഷൻ, വിത്തൗട്ട് പെർമിഷൻ. ആൻഡ് ആർട്ടിഫിഷ്യലില് വിച്ച് ആസ്കിങ് ദ പെർമിഷൻ. ആന്റിജൻ പെർമിഷൻ ഇല്ലാതെ കയറുന്നു, ഇവിടെ പെർമിഷനോട് കൂടി കയറുന്നു. എങ്ങനെ അത് സംഭവിക്കണു? ഇപ്പൊ നമ്മുടെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കോവിഡിനെ തന്നെ എടുക്കാം. കോവിഡ് ഒരു പ്രൈം മിനിസ്റ്ററിന്റെ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന്റെ ബോഡി കയറുക. ഹീസ് ആസ്കിങ് വെദർ ഞങ്ങൾ കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണോ കോവിഡ് കയറുന്നത്? നോ, ഇറ്റ് ഈസ് നോട്ട് ആസ്കിങ് ദ പെർമിഷൻ. ആന്റിജൻ ഈസ് എൻട്രിങ് ദ ബോഡി ഓഫ് സൂപ്പർ സ്റ്റാർ ഓർ പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ. ഇറ്റ് ഈസ് നോട്ട് ആസ്കിങ് ദ പെർമിഷൻ. പെർമിഷൻ ചോദിക്കണേ ഇല്ല. പക്ഷെ ഇൻ കേസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇറ്റ് ഈസ് ആസ്കിങ് ദ പെർമിഷൻ. പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ആന്റിജൻ അകത്ത് കയറി. ഇൻ കേസ് ഓഫ് എവിടെയായിരിക്കും നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ട് ആന്റിജൻ അകത്ത് കയറുന്നത്? വി ആർ ടേക്കിംഗ് വാക്സിൻ. വാക്സിൻ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കയറുന്നത് ആന്റിജൻസ് ആണ്, എയ്തർ ഇൻ ലൈവ് ഫോം അല്ലെങ്കിൽ കിൽഡ് ഫോം. സോ ഇവിടെ വാക്സിൻ ആണ് ഉദ്ദേശിക്കുന്നത്. വാക്സിൻ 2 ടൈപ്സ് ഉണ്ട്, 2 അല്ല, മേജർ ആയിട്ട് കിൽഡും ഉണ്ട്, ലൈവ് വാക്സിനും ഉണ്ട്. കിൽഡില് വാക്സിൻസിനെ നമ്മൾ ആന്റിജൻസിനെ കില്ല് ചെയ്യുക, എന്നിട്ട് നമുക്ക് വാക്സിൻ ആയിട്ട് തരിക. ലൈവില് നമ്മൾ ആന്റിജൻസിനെ ലൈവോട് കൂടി തരും, പക്ഷെ ഇവിടെ തരുന്നത് അക്യുനേറ്റഡ് ഫോമിലാണ്. അതായത് അവരുടെ ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെ കളഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ തരുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കയറുന്ന ആന്റിജൻസിറ്റി ഉണ്ടാവില്ല. സോ ലൈവ് ഫോമിലാണ്, പക്ഷെ ആന്റിജൻസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഇമ്മ്യൂണിറ്റി ആയിരിക്കും അവിടെ കിട്ടുള്ളൂ. സോ ഹിയർ ദ ആന്റിജൻ ആസ്ക് ദ പെർമിഷൻ ആൻഡ് ഹിയർ ദ ആന്റിജൻ ഡസ് നോട്ട് ആസ്ക് എനി പെർമിഷൻ. ദാറ്റ് ഈസ് വിത്തൗട്ട് ആസ്കിംഗ് പെർമിഷൻ കോൾഡ് നാച്ചുറൽ ആൻഡ് വിത്ത് ആസ്കിംഗ് ദ പെർമിഷൻ കോൾഡ് ആർട്ടിഫിഷ്യൽ. സോ ഇനി നമുക്ക് പാസീവിലേക്ക് വരാം. പാസീവ് നമുക്ക് നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. നാച്ചുറൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ആന്റിബോഡി ഇവിടെ വിത്തൗട്ട് പെർമിഷനോട് കൂടി കയറി, വിത്തൗട്ട് പെർമിഷൻ. ആൻഡ് ഇവിടെ പെർമിഷൻ ചോദിച്ചിട്ടൊക്കെ കയറി. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ആന്റിബോഡി തരുന്നത് വിത്തൗട്ട് ആസ്കിങ് പെർമിഷൻ ആൻഡ് വിത്ത് ആസ്കിങ് പെർമിഷൻ. ഏതായിരിക്കും സിറ്റുവേഷൻ നമുക്ക് ആന്റിബോഡി ഒക്കെ വരുന്നത്? പെർമിഷൻ അല്ലാതെയും പെർമിഷൻ ഇല്ലാതെയും. ഇൻ കേസ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ ഫീറ്റേഴ്സ് ആയിരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ മദർ ഇസ് ഗിവൺ IgG ആന്റിബോഡി. ഈ IgG ആന്റിബോഡി പ്ലസന്റ് കടന്ന് ഫീറ്റസിലെത്തി നമുക്ക് IgG കിട്ടി.
മദർ നമ്മളോട് ചോദിച്ചില്ല ക്യാൻ ഐ ഗീവ് യു IgG ആന്റിബോഡി കുട്ടി എന്ന് നമ്മളോട് ചോദിച്ചില്ല. നമുക്ക് അങ്ങനെ ചോദിക്കാതെ IgG ആന്റിബോഡി തന്നു. ആ ടൈപ്പ് വിച്ച് ഇസ് വിത്തൗട്ട് ആസ്കിംഗ് പെർമിഷൻ, ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഡസ് നോട്ട് ആസ്ക് എനി പെർമിഷൻ. മദർ ചോദിച്ചില്ല, IgG ചോദിച്ചില്ല നമ്മളോട് കയറിക്കോട്ടെ എന്ന്, നമുക്ക് തന്നു. അങ്ങനെ നമുക്കൊരു ബെനിഫിഷ്യൽ കിട്ടി അവിടെ. ഇൻ കേസ് ഓഫ് ആർട്ടിഫിഷ്യൽ, ദ ആന്റിബോഡി എൻറ്റേഴ്സ് ദ ബോഡി. ഇവിടെയും ആന്റിബോഡിയാണ് എൻറ്റർ ചെയ്യണത്, പക്ഷെ ഇവിടെ പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് ആന്റിബോഡി അകത്ത് കയറുക. എപ്പോഴായിരിക്കും? വഴിയിൽ കൂടെ പോയി നമ്മളൊരു പാമ്പ് പിടിച്ചു, നമ്മളെ കുറെ പേര് ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ നമുക്ക് കുറച്ച് ആന്റിബോഡി തന്നു. ഡോക്ടർ താങ്ക്സ് ടു ഡോക്ടർ നമ്മളോട് ചോദിച്ചിട്ടൊക്കെ ആന്റിബോഡി തന്നു. സോ ഇവിടെ ഇറ്റ് ആസ്ക് വിത്ത് പെർമിഷൻ, നമ്മളോട് പെർമിഷൻ ചോദിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ പാസീവ്. സോ ഓവർവ്യൂ പറയാം. നാച്ചുറൽ എന്ന് ഉദ്ദേശിക്കുന്ന നാച്ചുറൽ ആക്റ്റീവ് എന്ന് പറയുന്നത് വിത്തൗട്ട് പെർമിഷൻ ആണ്, നമ്മളോട് ഒരു പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറി. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ആസ്ക് എനി പെർമിഷൻ, അത് വാക്സിൻ ആണ്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ്. നെക്സ്റ്റ് കേസ് ഓഫ് പാസീവിന്റെ കേസിലുണ്ട് നാച്ചുറലും ആർട്ടിഫിഷ്യലും. നാച്ചുറൽ പാസീവ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് IgG ആന്റിബോഡി എൻറ്റേഴ്സ് ദ ബോഡി ബൈ ക്രോസിംഗ് പ്ലസന്റ, അതായിരുന്നു. നെക്സ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ആന്റിബോഡി തരുന്നത് പെർമിഷൻ ഉള്ളതോടുകൂടി. നമ്മളെ സ്നേക്ക് ഒക്കെ കടിക്കുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ട് നമുക്ക് ആന്റിബോഡി തന്നു. അപ്പൊ ദാറ്റ്സ് ഓൾ ഓൺ ദ ടോപ്പിക് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി. വളരെ ഈസിയാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇന്നേക്കാളും എളുപ്പമാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.